ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റത്തില് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റത്തിലെ പൈപ്പുകളെ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ഫിറ്റിങ്ങളിൽ പോകുന്ന വേസ്റ്റ് മാറ്റേഴ്സിനൊക്കെ അല്ലെങ്കിൽ സോയിൽ ഫിറ്റിങ്ങളിൽ പോകുന്ന സോയിൽ മാറ്റേഴ്സിനൊക്കെ എങ്ങനെയാണ്, ഏത് വഴിയിലൂടെയൊക്കെയാണ്, ഏത് രീതിയിലൊക്കെയാണ് ഈ പൈപ്പുകളിലൂടെ കൊണ്ടുപോകുന്നത് എന്നാണ് നമുക്ക് ഈ ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റത്തിൽ അല്ലെ സിസ്റ്റം ഓഫ് സാനിറ്ററി പ്ലംബിംഗിൽ പഠിക്കാൻ പോകുന്നത്. അതിന് 4 പ്രിൻസിപ്പിളിലൂടെയാണ് ഹൗസ് ഡ്രെയിനേജ് സംവിധാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ 4 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം, 2 1 പൈപ്പ് സിസ്റ്റം, 3 2 പൈപ്പ് ഓർ ഡ്യുവൽ പൈപ്പ് സിസ്റ്റം, 4 സിംഗിൾ സ്റ്റാക്ക് പാർഷ്യലി വെന്റിലേറ്റർ. അപ്പോൾ ഈ 4 രീതികളിലൂടെയാണ് ഹൗസ് ഡ്രെയിനേജ് സംവിധാനത്തില് വേസ്റ്റ് പൈപ്പുകളെയൊക്കെ അറേഞ്ച് ചെയ്ത് പോകും. ആ 4 പ്രിൻസിപ്പിള് എന്താണ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം എന്നുള്ളത് നമുക്ക് നോക്കാം. സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കലായിട്ട് ഒരു മെയിൻ പൈപ്പ് സ്ഥാപിക്കുകയും ആ പൈപ്പിലേക്ക് നിയറസ്റ്റ് ഫിറ്റിങ്ങിലുള്ള സോയിൽ ഫിറ്റിങ്ങളെ അല്ലെങ്കിൽ വേസ്റ്റ് ഫിറ്റിങ്ങൾ എന്നുള്ള പൈപ്പുകളെ ആ കോമൺ വെർട്ടിക്കലായിട്ട് സ്ഥാപിച്ച പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്, കൊടുക്കുന്ന രീതിക്കാണ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം, സ്കെച്ചിലൂടെ പഠിക്കാം. ഒരു മെയിനായിട്ട് വെർട്ടിക്കലായിട്ട് സ്ഥാപിക്കുന്ന പൈപ്പുകൾക്കാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. സ്റ്റാക്ക് എന്ന് മനസ്സിലാക്കാം, വെർട്ടിക്കലായിട്ട് സ്ഥാപിക്കുന്ന ഏത് പൈപ്പ് നമുക്ക് സ്റ്റാക്ക് എന്ന് പറയാം. ആ സ്റ്റാക്കിലേക്ക് സാനിറ്ററി ഫിറ്റിങ്ങളായിട്ടുള്ള വാഷ് ബേസിന്, ബാത്ത് ടബ്, കിച്ചൺ സിങ്ക് എന്നിവയായിട്ടുള്ള സാനിറ്ററി ഫിറ്റിങ്ങളൊക്കെ അതിനകത്തേക്ക് കൊടുക്കുന്നു. എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ 2 നിലകളാണ് സങ്കല്പിക്കുക. അതിനകത്തേക്ക് നമുക്ക് ഇതിന്റെ ഒരു ഫിറ്റിംഗ്സ്, ഉദാഹരണത്തിന് ഒരു വാഷ് ബേസിൻ ആണെങ്കിൽ ആ വാഷ് ബേസിന്റെ ഫിറ്റിംഗ്സും വേസ്റ്റ് കണക്ഷൻ നമ്മൾ കൊടുക്കുന്നു, ഇതിനകത്തെ കണക്ഷൻ കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു വാട്ടർ ക്ലോസറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. വാട്ടർ ക്ലോസറ്റ് എന്നുള്ള ഫിറ്റിംഗ്സ് ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, നേരെ ഇതിനകത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ മെയിനായി ഒരു വെർട്ടിക്കൽ സ്റ്റാക്കിലേക്ക് സാനിറ്ററി ഫിറ്റിങ്ങളായിട്ടുള്ള സോയിൽ ഫിറ്റിങ്ങുകളെയും വേസ്റ്റ് ഫിറ്റിംഗ്. അപ്പോൾ സോയിൽ ഫിറ്റിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. സോയിൽ ഫിറ്റിംഗ് എന്ന് വെച്ചാൽ എക്സ്ക്രീറ്റ വഹിക്കുന്ന ഫിറ്റിങ്ങുകൾക്കാണ് സോയിൽ ഫിറ്റിങ്ങൾ എന്ന് പറയുന്നത്. ഹ്യൂമൻ എക്സ്ക്രീറ്റ കൊണ്ടുപോകുന്ന ഫിറ്റിങ്ങുകൾക്കാണ് സോയിൽ ഫിറ്റിംഗ്. നമ്മൾ മുൻ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് അവരുടെ കൂടുതൽ വിഷയം നമുക്കിവിടെ ആവശ്യമില്ല. പിന്നെ വേസ്റ്റ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്ക്രീറ്റ ഇല്ലാത്ത, എക്സാമ്പിൾ പറഞ്ഞാൽ വാഷ് ബേസിന്, ബാത്ത് ടബ്, സിങ്ക്, ഇതെല്ലാം വേസ്റ്റ് ഫിറ്റിങ്ങാണ്. അപ്പോൾ ഈ 2 ഫിറ്റിങ്ങുകളെയും വേസ്റ്റുകൾ കോമൺ ആയിട്ട് ഒരു വെർട്ടിക്കൽ പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിക്കാണ് നമുക്ക് പറയുക സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിൽ വെച്ചാൽ ഇതിനകത്ത് സെപ്പറേറ്റ് വെന്റിലേഷൻ പൈപ്പുകൾ ഉണ്ടായിരിക്കില്ല. ഈ സ്റ്റാക്ക് തന്നെ വെന്റിലേഷൻ പൈപ്പായിട്ട് പ്രവർത്തിക്കുന്നു. ഈ പൈപ്പ് തന്നെ വെന്റിലേഷൻ പൈപ്പായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത പറയുന്നത്. അപ്പം ഇതെല്ലാം ഹൗസ് പ്ലംബിംഗ് സിസ്റ്റം വീടുകളിൽ എങ്ങനെയാണോ വേസ്റ്റ് സോയിൽ ഫിറ്റിങ്ങളിൽ നിന്നും വേസ്റ്റ് ഫിറ്റിങ്ങളിൽ നിന്നും പോകുന്ന മാലിന്യങ്ങളെ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നതായിട്ട് അറേഞ്ച് ചെയ്ത് പൈപ്പുകളെ സ്ഥാപിക്കുന്ന രീതിക്കാണ് പറയുക സിസ്റ്റം ഓഫ് സാനിറ്ററി പ്ലംബിംഗ് എന്ന് പറയുന്നത്. സിസ്റ്റം ഓഫ് സാനിറ്ററി പ്ലംബിംഗില് 4 തരം പ്രിൻസിപ്പിളായിട്ടാണ് പൈപ്പുകളെ അറേഞ്ച് ചെയ്യുന്നത്. സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം, 1 പൈപ്പ് സിസ്റ്റം, 2 പൈപ്പ് സിസ്റ്റം, ഡ്യുവൽ പൈപ്പ് സിസ്റ്റം, 4 സിംഗിൾ സ്റ്റാക്ക് പാർഷ്യലി വെന്റിലേറ്റർ. ഇത് നമ്മൾ സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനകത്തേക്ക് ഒരു മെയിൻ സ്റ്റാക്കിലേക്ക് സോയിൽ ഫിറ്റിങ്ങളിൽ നിന്നും വേസ്റ്റ് ഫിറ്റിങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് മാറ്റേഴ്സിനെ കോമൺ ആയിട്ടുള്ള വെർട്ടിക്കൽ സ്റ്റാക്കിലേക്ക് അവ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും, പൊതുവായിട്ട് ഡ്രെയിൻ പൈപ്പിലേക്ക് കടത്തിവിടുന്ന രീതിക്ക് നമുക്ക് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം എന്ന് പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് അടുത്ത സിസ്റ്റമാണ് 1 പൈപ്പ് സിസ്റ്റം. എന്താണ് 1 പൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്? ഈ 1 പൈപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 പൈപ്പ് എന്ന് പറയുമെങ്കിലും ഇതിനകത്ത് 2 വെർട്ടിക്കൽ പൈപ്പുകൾ ഉണ്ടായിരിക്കും.
രണ്ട് വെർട്ടിക്കൽ സ്റ്റോപ്പുകൾ, വെർട്ടിക്കലായിട്ട് രണ്ട് പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നു. വൺ പൈപ്പ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നതെങ്കിലും ഇതിനകത്ത് രണ്ട് വെർട്ടിക്കൽ പൈപ്പുകൾ ഇതിനകത്ത് സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ വൺ പൈപ്പ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിന്റെ തന്നെ ഒരു മോഡിഫൈഡ് രൂപമെന്ന് വേണം നമുക്ക് പറയാം. സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിന്റെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള രൂപമാണ് വൺ പൈപ്പ് സിസ്റ്റം. വൺ പൈപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതേപോലെ രണ്ട് വെർട്ടിക്കൽ പൈപ്പുകൾ സ്ഥാപിക്കുകയും ഈ രണ്ട് വെർട്ടിക്കൽ പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരെണ്ണത്തിനകത്തേക്ക് മെയിനായിട്ടുള്ള സ്ഥാപിച്ച വെർട്ടിക്കൽ പൈപ്പിലേക്ക് ഇതേപോലെ തന്നെ സോയിൽ ഫിറ്റിങ്ങുകളെയും വേസ്റ്റ് ഫിറ്റിങ്ങുകളെയും കണക്ട് ചെയ്യുകയും ഇവയ്ക്ക് എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് ഒരു വെന്റിലേഷൻ പൈപ്പുകൾ കൊടുക്കുന്നു എന്നുള്ളതാണ് വൺ പൈപ്പ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഈ പറയുന്ന സോയിൽ ഫിറ്റിങ്ങുകളും വേസ്റ്റ് ഫിറ്റിങ്ങുകളും ഒരുമിച്ച് വെർട്ടിക്കൽ സ്റ്റാക്കിലേക്ക് കണക്ട് ചെയ്യുമെങ്കിലും അവയ്ക്ക് പൊതുവായിട്ട് കൊടുക്കുന്ന ഒരു കോമൺ വെന്റിലേഷൻ പൈപ്പ് ഇതിനകത്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വൺ പൈപ്പ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം വൺ പൈപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിന്റെ ഒരു ഇംപ്രൂവ്ഡ് രൂപം തന്നെയാണ്. സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിന്റെ ഒരു ഇംപ്രൂവ്ഡ് രൂപം തന്നെയാണ് നമുക്ക് വൺ പൈപ്പ് സിസ്റ്റം. അപ്പൊ അവയ്ക്ക് കോമൺ ആയിട്ട് ഒരു വെന്റിലേഷൻ പൈപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വൺ പൈപ്പ് സിസ്റ്റത്തിന്റെ ഒരു മേന്മയായിട്ട് പറയുന്നത്. അപ്പം അതേസമയത്ത് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിന് ഇതിന്റെ ഒരു വെന്റിലേഷൻ ഇല്ല, വെന്റിലേഷൻ പൈപ്പ് സെപ്പറേറ്റ് വെന്റിലേഷൻ ഇല്ല. എന്തായിട്ട് പ്രവർത്തിക്കുന്നു? ആ സ്റ്റാക്കായിട്ട് തന്നെയുള്ള പൈപ്പ് തന്നെയാണ് വെന്റിലേഷൻ പൈപ്പായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റവും വൺ പൈപ്പ് സിസ്റ്റവുമായിട്ട് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ പൈപ്പുകളെ വേസ്റ്റ് ചെയ്യുന്ന ഒരുമിച്ച് കൊടുക്കുമെങ്കിൽ പോലും അവർക്ക് കോമൺ ആയിട്ടൊരു വെന്റിലേഷൻ പൈപ്പുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വൺ പൈപ്പ് സിസ്റ്റത്തിന്റെ. അപ്പൊ ഇതൊരു എക്കണോമിക്കലായിട്ടുള്ള ബെസ്റ്റ് സ്യൂട്ടഡ് സിസ്റ്റമാണ് പറയാം. സ്റ്റോറേജ് ഫിറ്റിങ്ങൾക്ക് ഇതൊരു സ്യൂട്ട് ആയിട്ടുള്ള സിസ്റ്റമാണെന്ന് പറയുക വൺ പൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം 4 പ്രിൻസിപ്പിൾ നമ്മള് സിംഗിൾ സ്റ്റാക്ക് പറഞ്ഞു, വൺ പൈപ്പ് സിസ്റ്റം പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ 2 പൈപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ഡ്യുവൽ പൈപ്പ് സിസ്റ്റം. അപ്പം എന്താണ് 2 പൈപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ഡ്യുവൽ പൈപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തില് 4 വെർട്ടിക്കൽ പൈപ്പുകൾ ഉണ്ടായിരിക്കും. 4 തരം വെർട്ടിക്കൽ പൈപ്പ്, വെർട്ടിക്കൽ സ്റ്റാക്കുകൾ 4 ഉണ്ടാകും. 4 വെർട്ടിക്കൽ സ്റ്റാക്കുകൾ ഉണ്ടാകും. ഗ്രൂപ്പുകളായിട്ടുള്ള 4 വെർട്ടിക്കൽ സ്റ്റാക്കുകൾ ഉണ്ടായിരിക്കും. 4 വെർട്ടിക്കൽ സ്റ്റാക്കുകൾ 2 പൈപ്പ് സിസ്റ്റം ഡ്യുവൽ പൈപ്പ് സിസ്റ്റത്തില് ഉണ്ടാവും. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ വൺ പൈപ്പ് സിസ്റ്റത്തിൽ നിന്ന് ഭിന്നമായിട്ട് 2 പൈപ്പ് സിസ്റ്റത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ ഫിറ്റിങ്ങുകളെ ഒരു മെയിൻ വെർട്ടിക്കൽ സ്റ്റാക്കിലേക്കും വേസ്റ്റ് ഫിറ്റിങ്ങുകളെ മറ്റൊരു വെർട്ടിക്കൽ സ്റ്റാക്കിലേക്കും കൊടുക്കുമെങ്കിലും ഇവയ്ക്ക് രണ്ടിനും സെപ്പറേറ്റ് വെന്റിലേഷൻ പൈപ്പുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എന്ന് പറയാം 2 പൈപ്പ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഡ്യുവൽ വെച്ചാൽ ദ്വിമുഖം എന്നുള്ളതാണ് ഡ്യുവൽ പൈപ്പ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. 2 പൈപ്പ് സിസ്റ്റത്തിനകത്ത് 4 വെർട്ടിക്കൽ പൈപ്പുകൾ സ്ഥാപിക്കുന്നു. അതില് 2 വെന്റിലേഷൻ പൈപ്പുകളായിട്ട് പ്രവർത്തിക്കുന്നു. 2 പൈപ്പുകൾ വെന്റിലേഷൻ പൈപ്പുകളായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു 1 പൈപ്പില് മെയിനായിട്ടുള്ള വെന്റ് സ്റ്റാക്കിലെ സോയിൽ ഫിറ്റിങ്ങുകളിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കുന്നു. അടുത്ത പൈപ്പില് വേസ്റ്റ് ഫിറ്റിങ്ങുകളിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കുകയും അവയ്ക്ക് സെപ്പറേറ്റ് എന്തുണ്ടായിരിക്കും വെന്റിലേഷൻ പൈപ്പുകൾ ഉണ്ടായിരിക്കുകയും എന്നുള്ളതാണ് 2 പൈപ്പ് സിസ്റ്റത്തെ അല്ലെങ്കിൽ ഡ്യുവൽ പൈപ്പ് സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. ഇത് ഏറ്റവും ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇംപ്രൂവ്ഡ് സിസ്റ്റം ഓഫ് ദ സാനിറ്ററി പ്ലംബിംഗ് സിസ്റ്റം. സാനിറ്ററി പ്ലംബിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഡ്യുവൽ പൈപ്പ് സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം. ഡ്യുവൽ പൈപ്പ് സിസ്റ്റം ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള പ്ലംബിംഗ് സിസ്റ്റത്തില് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കോട്ടം എന്ന് പറയാനുള്ള കാര്യങ്ങൾ, ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പൈപ്പുകൾ ഇവിടെ സ്ഥാപിക്കേണ്ടി വരും. ബിൽഡിങ്ങിന് പുറമേ തന്നെ ധാരാളം പൈപ്പുകൾ ഇവിടെ സ്ഥാപിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഒരു അധിക ചെലവാണ്. പൈപ്പുകൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കളെ സംബന്ധിച്ചോളം അത് അധിക ചെലവാണ്. അതുകൊണ്ട് വർക്ക്മാൻഷിപ്പ് അവിടെ കൂടുന്നു, എക്സ്പെൻസ് കൂടുന്നു. കൂടാതെ ബിൽഡിങ്ങിന്റെ അപ്പിയറൻസിനെ അത് കാര്യമായിട്ട് ബാധിക്കുന്നു. ബിൽഡിങ്ങിന് അപ്പിയറൻസ് എങ്ങനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങിന് പുറത്തെ പൈപ്പുകൾ ഇങ്ങനെ ധാരാളം വെച്ച് പറഞ്ഞാൽ ബിൽഡിങ്ങിന് നീറ്റ്നെസ്സിനെ അത് കാര്യമായിട്ട് ബാധിക്കുന്നതാണ് ഇതിന്റെ 2 പൈപ്പ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഡ്യുവൽ പൈപ്പ് സിസ്റ്റത്തിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പക്ഷെ എങ്കിലും ഏറ്റവും ബെസ്റ്റ് പ്ലംബിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2 പൈപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ഡ്യുവൽ പൈപ്പ് സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത്
സിംഗിൾ സ്റ്റാക്ക് പാർഷ്യലി വെന്റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റാക്ക് പാർഷ്യലി വെന്റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം പോലെ തന്നെയാണ്. സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം പോലെ തന്നെയാണ് സിംഗിൾ സ്റ്റാക്ക് പാർഷ്യലി വെന്റിലേറ്റഡ് എന്ന് പറയുക. ഇതിനാണ് പ്രത്യേകത വെച്ചാൽ രണ്ട് വൺ പൈപ്പ് സിസ്റ്റം പോലെ തന്നെ രണ്ട് വെർട്ടിക്കൽ പൈപ്പുകൾ സ്ഥാപിക്കും. രണ്ട് വെർട്ടിക്കൽ പൈപ്പുകൾ സ്ഥാപിക്കുമെങ്കിലും സോയിൽ ഫിറ്റിങ്ങുകളെ മാത്രം ഇവയെ വെന്റിലേറ്റ് ചെയ്യും. സോയിൽ ഫിറ്റിങ്ങുകളെ മാത്രം വെന്റിലേറ്റ് ചെയ്യുന്ന രീതിക്കാണ് പറയുക സിംഗിൾ സ്റ്റാക്ക് പാർഷ്യലി വെന്റിലേറ്റഡ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർട്ടിക്കൽ പൈപ്പുകൾ സ്ഥാപിക്കുന്നു. മെയിനായിട്ട് ഒരു വെർട്ടിക്കൽ പൈപ്പ് സ്ഥാപിച്ചിട്ട് അതിനകത്തേക്ക് സോയിൽ ഫിറ്റിങ്ങുകളും വേസ്റ്റ് ഫിറ്റിങ്ങുകളെയും ഒന്നിച്ചു കൊടുക്കുകയും ആ പൈപ്പ് തന്നെ എന്തായാലും വെന്റിലേഷൻ പൈപ്പായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുകഴിഞ്ഞ കാര്യം. അപ്പൊ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് വെച്ചാൽ എന്ന് വെച്ചാൽ സോയിൽ ഫിറ്റിങ്ങുകൾക്ക് മാത്രം ഏതാണ്ട് വൺ പൈപ്പ് സിസ്റ്റം പോലെ തന്നെയാണ്. വൺ പൈപ്പ് സിസ്റ്റം പോലെ തന്നെയാണെങ്കിൽ തന്നെ ഇവിടെ വെന്റിലേറ്റ് ചെയ്യുന്നത് എപ്പോഴും സോയിൽ ഫിറ്റിങ്ങുകളെ മാത്രമേ വെന്റിലേഷൻ ചെയ്യുന്ന സോയിൽ ഫിറ്റിങ്ങുകൾ മാത്രമേ വെന്റിലേറ്റ് ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് സിംഗിൾ സ്റ്റാക്ക് പാർഷ്യലി വെന്റിലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം സിസ്റ്റം ഓഫ് പ്ലംബിങ്ങിലെ 4 പ്രധാനപ്പെട്ട സിസ്റ്റം പറഞ്ഞത് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം, രണ്ടാമത്തെ വൺ പൈപ്പ് സിസ്റ്റം, 3 ഡുവൽ പൈപ്പ് സിസ്റ്റം, 4 സിംഗിൾ സ്റ്റാക്ക് പാർഷ്യലി വെന്റിലേറ്റഡ് സിസ്റ്റം. 4 സിസ്റ്റത്തിന്റെ കുറിച്ച് ഈ പറയുന്നത് ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൗസ് കണക്ഷനുള്ള വേസ്റ്റ് ഫിറ്റിങ്ങുകളെയും സോയിൽ ഫിറ്റിങ്ങുകളെയും മെയിൻ പൈപ്പായിട്ട് കൊടുക്കുന്ന രീതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ കണ്ടുകഴിഞ്ഞതിൽ ചർച്ച ചെയ്തിട്ട്